السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം പദീം പദീനാ പരമം പരസ്താത് വിദാമദേവം ഭുവനേശമേദ്യം. അഭിവന്ദ്യനായ അധ്യക്ഷൻ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പെരിയമ്പലം എന്ന് പറയുന്ന ഈ വളരെ പരിമിതമായ ഒരു ടൗണിലാണ് നമ്മൾ ഈ പ്രഭാഷണം വെച്ചത് എന്നതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് ധാരാളം അസൗകര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ യാതൊരു നിലയിലുമുള്ള മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ ഈ റോഡിന്റെ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കുറെ കൂടെ ഒതുങ്ങി വഴി ശ്രദ്ധിക്കണമെന്നാണ്, ഒന്നുകൂടെ ഒതുങ്ങി നിൽക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രവുമല്ല, അതൊരു മതപരമായ ബാധ്യത കൂടിയാണല്ലോ. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് രാഷ്ട്രീയ സംഘടനകളുടെ ഗംഭീരമായ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ഒന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെയും മറ്റൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും രണ്ട് പ്രകടനങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടനപരത ഇസ്ലാമിനില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്.
നിങ്ങളോടൊക്കെ എന്ത് പറയണം, എന്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കണം, എന്തിൽ നിന്ന് ആരംഭിക്കണം എന്ന വിഷയത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒരു ഇതികർത്തവ്യതാമൂഢമായ ഒരവസ്ഥ അതും ഇല്ല. കൃത്യമായും വ്യക്തമായും ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് തന്നെയാണ് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രഭാഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വൈയക്തികമോ പ്രാസ്ഥാനികമോ വ്യക്തിതല സ്നേഹങ്ങളോ ഇവിടെ ഒരിക്കലും സത്യം പറയുന്നതിന് തടസ്സമായിക്കൂടാ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു പ്രപഞ്ചനാഥന്റെ അത്യപാരമായ കരുണയും അനുഗ്രഹവുമാണോ നാം ആസ്വദിക്കുന്നത്, ആ നാഥന്റെ അപാരമായ കരുണയുടെ നിഴലിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നാഥൻ നമ്മെ ഏൽപ്പിച്ച മഹത്തായ ഒരു ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം, അത് സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ്. സത്യത്തിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ അല്ലദീന യുബല്ലിഊന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ നിങ്ങൾ ഒരാളെയും പേടിക്കല്ലേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം പേടിക്കണേ. വകഫാ ബില്ലാഹി ഹസീബാ. നിങ്ങളുടെ വിചാരണ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആരെയും പേടിക്കാതെ ചില കാര്യങ്ങൾ പറയുക, സത്യമായി പറയുക, യാഥാർത്ഥ്യമല്ലാത്ത ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുക, ഇതൊക്കെയാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം എന്നാണ്. സത്യം പറയാത്ത പ്രസ്ഥാനങ്ങളുണ്ടോ? ഇല്ലല്ലോ. എല്ലാ പ്രസ്ഥാനങ്ങളും സത്യപ്രസ്ഥാനങ്ങളാണ് എന്നാണ് വെപ്പ്. എല്ലാരും പറയാം അങ്ങനെ അല്ലേ? അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബഹുജന മുന്നേറ്റം എന്നാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ വിളിച്ച മുദ്രാവാക്യം. അതായത് ഞാൻ വരുമ്പോ റോട്ടിൽ വിളിച്ച മുദ്രാവാക്യം. ഞാൻ അവരോട് മനസ്സ് പറഞ്ഞു, നിങ്ങളൊക്കെ തന്നെ, ആ കൂട്ടർ നിങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പാർട്ടികള്. അപ്പോ അക്രമം ചെയ്യുന്നവനെ എന്താ പറയുന്നത്? അക്രമില്ലാത്ത. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക, നീതിയുടെ പോരാളിയാവുക. ആ പ്രഖ്യാപനം നടത്തുന്നവരെന്താ ചെയ്യുന്നത്? അത് പ്രഖ്യാപിച്ചുകൊണ്ടും എഴുതി വെച്ചുകൊണ്ടും ഫ്രീഡം പരേഡ് നടത്തി 2.5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്ത് മനുഷ്യന്റെ യാത്രാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക. അവനും പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക. ആ പദം നെഞ്ചിലെഴുതി വെച്ചൊരു പ്രസ്ഥാനമുണ്ട്, ഒരിക്കലും മായാതെ നെഞ്ചിലെഴുതി വെച്ചൊരു പ്രസ്ഥാനം. അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇന്ന് വരെ ഒരു മനുഷ്യൻ 1 മിനിറ്റ് പോലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. മുസ്ലിം സംഘടനകളിൽ എല്ലാവർക്കും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് ഖുർആൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ